പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ രസാവഹമായ ഒരു അധ്യായത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ഇന്ന് നമ്മുടെ കഥാനായകൻ സുന്ദരനും അതീവ സുന്ദര ശബ്ദത്തിൻ്റെ ഉടമയുമായ സിംസാറുൽ ഹക്ക് ഹുദവി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടു. അതുമായി അതിൽ ഉന്നയിക്കുന്ന ചില പ്രശ്നങ്ങളുടെ ഗൗരവതരമായ മണ്ടത്തരങ്ങൾ നിങ്ങളുമായി സംസാരിക്കുകയാണ് എൻ്റെ ഉദ്ദേശം. ഈ സിംസാറുൽ ഹക്ക് ഹുദവി ഗൾഫിലാണ്. അദ്ദേഹം മറ്റു പ്രഭാഷകരെ പോലെ തൻ്റെ പ്രഭാഷണത്തിന് വിലപേശാറില്ല, കാശു വാങ്ങിക്കാറില്ല എന്നാണ് എൻ്റെ അറിവ്. ശരിയോ തെറ്റോ പൂർണ്ണമായ അറിവല്ല, കേട്ടു കഴിയുക. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കുക. ഇതിൻ്റെ കാരണം ഒന്ന്, അദ്ദേഹം പ്രശസ്തി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള അജയ്യമായ വിശ്വാസം. ചിലപ്പോൾ ഇത് രണ്ടും ചേർന്നുമായിരിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഗുണവും ദോഷവും ചെയ്തുവെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, യാഥാസ്ഥിതിക വിശ്വാസികളെ ആ വിശ്വാസത്തിൽ രൂഢമൂലമാക്കാൻ, ഉറപ്പിക്കാൻ, അന്ധതയിലേക്ക് നയിക്കാൻ, വിഡിത്തങ്ങളിലേക്ക് ആനയിക്കാൻ സഹായിക്കും. രണ്ട്, പുതിയ തലമുറ ഇത്തരം പ്രസംഗങ്ങൾ കേട്ടാൽ അതിന് അകത്തുള്ള കോമങ്ങളിത്തരങ്ങൾ, പമ്പര വിഡിത്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മതം വിടാനും കാരണമാകും എന്നുള്ളതുകൊണ്ട് ഒരു ഇരുതല മൂർച്ചയുള്ള വാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വിവാദമായ ഒന്ന് രണ്ട് പ്രസ്താവനകൾ നോക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഭാര്യ പ്രസവിക്കാറായാൽ അവളെ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റ് അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ പുരുഷ ഗൈനക്കോളജിസ്റ്റ് അടുത്ത് കൊണ്ടുപോകരുത്. കണ്ടീഷൻ 1. നമ്പർ 2, ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഹിന്ദുക്കളായ സ്ത്രീകളായ ഗൈനക്കോളജിസ്റ്റുകളെ സമീപിക്കരുത്. എങ്ങനെയുണ്ട്? നമ്പർ 3, നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കണമെങ്കിൽ മുസ്ലിങ്ങളായ സ്ത്രീകളായ. നമ്പർ 4, അവരുടെ അഭാവത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പുരുഷ മുസ്ലിം ഗൈനക്കോളജിസ്റ്റുകളെ കാണാം. പണ്ട് നമ്മൾ കളിയാക്കി പറയാറുണ്ട്, മുസ്ലിം കിഡ്നി വേണമെന്നൊരു പരസ്യം. അത്തരം പരസ്യങ്ങൾ കൊടുക്കാനുള്ള പ്രചോദനം തൊപ്പിയും താടിയും വെച്ച് സുന്ദര ശബ്ദത്തിൽ പാടിയും പറഞ്ഞും കാണികളെ തൻ്റെ കയ്യിലെടുക്കാനുള്ള ഖിറാഅത്ത് എന്ന് പറയും, ഖുർആൻ ഓതുക. വളരെ നന്നായി ഓതും. അദ്ദേഹം നബിയുടെ അന്ത്യനിമിഷത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വിശ്വാസമില്ലെങ്കിൽ പോലും നമ്മൾ കേട്ടിരിക്കുകയും അതിൽ വൈകാരികത ഉണ്ടായിപ്പോവുകയും ചെയ്യുമെന്നുള്ളതാണ്. അത്രത്തോളം ഗംഭീരമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലി എന്നുള്ളത്. മണ്ടത്തരമാണെങ്കിലും. രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗ് നമ്മുടെ നിയമസഭയിലും മറ്റും വനിതാ പ്രാതിനിധ്യം 3-1, 1:1 വേണ്ടതാണ്. അങ്ങോട്ടേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, അത് വേറെ കാര്യം. ഇത് പറഞ്ഞപ്പോൾ ലീഗ് വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ലീഗ് ലീഗല്ല, ലീഗ് ഇസ്ലാമല്ല, മുസ്ലിം ലീഗ് ഇസ്ലാമല്ല എന്ന് സമസ്തക്കാരനായ EK വിഭാഗം സമസ്തക്കാരെന്ന് അദ്ദേഹം തട്ടിവിട്ടു. അത് വളരെ പുകിലുണ്ടാക്കി. സമസ്ത ഇദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അവർ ലീഗുമായിട്ട് പണ്ട് അടുപ്പത്തിലായിരുന്നല്ലോ, ഇപ്പോഴും അകൽച്ചയിലും അടുപ്പത്തിലുമാണെങ്കിൽ തന്നെ. പിന്നെ അദ്ദേഹം പറഞ്ഞു മറ്റൊരു വലിയ കാര്യം, ഓണത്തിന് നിങ്ങളെ ആളുകൾ ക്ഷണിച്ചാൽ നിങ്ങൾ അവരുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു മുട്ടായി വാങ്ങിച്ച് കഴിക്കുക, എന്നിട്ട് അവിടെ പോവുക. പോയിക്കഴിഞ്ഞാൽ നിങ്ങൾ കള്ളം പറയാതെ പറയണം, ആഹാരം കഴിക്കാൻ ക്ഷണിച്ചാൽ, ഓണസദ്യക്ക് ക്ഷണിച്ചാൽ ഞാൻ ആഹാരം കഴിച്ചല്ലോ, മുട്ടായി ഈ മുട്ടായി. ഇത്തരത്തിൽ മനുഷ്യ മനസ്സിനെ മലിനീകരിക്കാൻ വേണ്ടിയിട്ട് എത്ര വിഷലിപ്തമായ കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത്.
ഇയാളെയൊക്കെ വ്യക്തമായി തുറന്നു കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു ഉദ്യമം. ഇദ്ദേഹത്തിൻ്റെ അന്ത്യദിന വിശേഷങ്ങൾ പണ്ടേ ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ തയ്യാറാകും എന്നുള്ളതാണ്. ഈ വീഡിയോ 2 ഭാഗമായി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം അദ്ദേഹം പറഞ്ഞ വിഡ്ഢിത്തങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമായി ബന്ധം. രണ്ടാമത്തെ ഭാഗം ഇപ്പോൾ വിവാദമായിരിക്കുന്ന ആലപ്പുഴയിൽ മരണപ്പെട്ട വക്കീലായ ഷഹീദിൻ്റെ പേരിലുള്ള മുറവിളിയിൽ അദ്ദേഹം ഷഹീദിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അത് 2ാം ഭാഗത്തിൽ ഞാൻ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പം നമുക്ക് 1ാം ഭാഗത്തിലേക്ക് കടക്കാം. നബിക്ക് ഒരു അടിമയുണ്ടായിരുന്നു, ബിലാൽ ഇബ്ൻ റഹാബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുവെന്നും അദ്ദേഹം നല്ല ശബ്ദത്തിൽ ബാങ്ക് വിളിക്കുമെന്നും നബിക്ക് അത് വളരെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. എനിക്ക് തമിഴ് ഗാനങ്ങളിൽ നാഗൂർ ഹനീഫയുടെ പാട്ട് വളരെ ഇഷ്ടമാണ്. എനിക്ക് തമിഴ് അറിയാം. അപ്പം അതുകൊണ്ട് അദ്ദേഹം ബിലാലിനെ കുറിച്ചൊരു പാട്ട് പാടിയിട്ടുണ്ട്. ബിലാൽ നബി മരിക്കുമ്പോൾ മദീനയിലില്ല. ബിലാൽ തിരിച്ച് മദീനയിലേക്ക് വരികയാണ്. നബിയെ അന്വേഷിക്കും. നബി മരിച്ചുപോയി എന്നറിയുന്നു. അദ്ദേഹം വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ബാങ്കിടുന്ന ഹസനും ഹുസൈനും നബിയുടെ പേരക്കുട്ടികൾ ബാങ്ക് വിളി നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ അദ്ദേഹം മരണശയ്യയിൽ കിടന്നപ്പോൾ ആ ഭാര്യ വന്ന് പറഞ്ഞു, സങ്കടമേ. അദ്ദേഹത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഭാര്യ, തൻ്റെ ഇഷ്ടത്തോടൻ കാമുകൻ, ഭർത്താവ്, കാമുകനെന്ന് പറയാമോ എന്നറിയൂടാ കേട്ടോ, തന്നെ വിട്ടുപോകുന്നതിലെ വേവലാതി കൊണ്ട് ആ സ്ത്രീ സങ്കടമേ എന്ന് വിളിച്ചപ്പോൾ ബിലാൽ ഇബ്ൻ റഹാബ് തിരിച്ചു പറയുകയാണ്, സന്തോഷമേ, നീ ഒന്നു കണ്ടും പേടിക്കണ്ട, എനിക്ക് മരിക്കാൻ സന്തോഷമാണ്. അതിനു കാരണം ഞാൻ നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ടു കാണും. തിരുനബിയെ നേരിട്ടു കാണുന്നത് കൊണ്ട് എനിക്ക് മരണത്തെ പേടിയില്ല എന്ന്. നല്ല കാര്യം. മരണത്തെ പേടിക്കാതിരിക്കുകയാണ് നല്ലത്. എനിക്ക് മരണത്തെ പേടിയില്ല. മരണം എന്തെന്നറിഞ്ഞതുകൊണ്ട് മഹ്ശറയില്ല, മറ്റൊരു ജീവിതമില്ല എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ പേരിൽ എനിക്ക് മരണഭയമില്ല. അതുപോലെ ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിൽ മരണഭയമില്ലെങ്കിൽ, പക്ഷെ അവിടെ ഒരു കാര്യമുള്ളത്, വ്യക്തിപൂജയുടെ തനതായ വിഗ്രഹവൽക്കരണമാണ് ഇതിലൂടെ, ഈ ഹദീസിലൂടെ സിംസാറുൽ ഹഖ് ഹുദവി വിശ്വാസികളുടെ ഇടയിൽ വിളമ്പിക്കൊടുക്കുന്നത്. ഇനി മറ്റൊരാൾ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അദ്ദേഹത്തെക്കുറിച്ചാണ്. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ. ആ പാട്ട് ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കുറിച്ചാണ്. അദ്ദേഹം ഖലീഫ ആയിരിക്കുമ്പോൾ, ആ കഥ നിങ്ങൾക്കറിയാം, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇത് നമ്മുടെ സാക്ഷാൽ ഉമറിൻ്റെ പേരക്കുട്ടിയാണ്. ഇദ്ദേഹം മരണവേളയിൽ മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടു. എങ്ങനെ നോക്കണം, മരിക്കാൻ കിടക്കുമ്പോൾ നല്ല രീതിയിൽ സ്വപ്നം കാണുകയാണ്. മലക്കുകൾ, മലാഖമാർ, ഏഞ്ചൽസ് അങ്ങനെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരിക മാത്രമല്ല, അവർ ഒരു സന്ദേശം നൽകുന്നു. സ്വർഗത്തിൻ്റെ ഫോട്ടോ കാണിക്കുക. ഈ ഭൂമിയിൽ ഫോട്ടോ എടുക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ. എൻ്റെ ഉമ്മുമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അവർ കണ്ടിട്ടത് വലിച്ചു കയറിക്കളഞ്ഞു. വളരെ നിരാശാജനകമായ കാര്യം, എൻ്റെ ഒരു വാപ്പയുടെ ഫോട്ടോ ഇല്ല. അത് മതപരമായ കാരണങ്ങൾ കൊണ്ടില്ല, ദാരിദ്ര്യം കൊണ്ടാണ്. പക്ഷെ അന്നേ കാലത്തിൽ എൻ്റെ വാപ്പ മുടി വയ്ക്കുമ്പോൾ തലമുടി ശില്പ എന്ന് പറയും. ഇത് വെച്ചപ്പോൾ വീട്ടിൽ വളരെ രൂക്ഷമായ എതിർപ്പുണ്ടതായി അദ്ദേഹം പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുന്നു. അങ്ങനെ ഉള്ള ഫോട്ടോ ഈ ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് മലായിക്കീങ്ങൾ കാണിച്ചു. കൊള്ളാമല്ലോ. അപ്പം സങ്കടമില്ലെന്ന് മാത്രമല്ല, നല്ല കാഴ്ചയാണ് കാണിച്ചു കൊടുക്കുന്നത്, സ്വർഗത്തിൻ്റെ കാഴ്ച. നീ അങ്ങോട്ടാണ് യാത്ര, സമാധാനമായി വരിക എന്നുള്ളതാണ്. ഇനി മറ്റൊന്നാണ്, മൻകാല യർജൂനക്കാ റബ്ബി. ഇങ്ങനെ മൻകാല യർജൂനക്കാ റബ്ബി എന്താണത്?
നിങ്ങൾ അള്ളാഹുവിനെ കാണാൻ കൊതിച്ചാൽ അള്ളാഹുവിനും കൊതിയുണ്ട്. മനുഷ്യൻ സങ്കല്പിക്കുന്ന ദൈവം മനുഷ്യൻ്റെ രൂപത്തിലും ഭാവത്തിലും ചിന്തയിലും അധിഷ്ഠിതമായിരിക്കും എന്നതിൻ്റെ തെളിവാണ് അള്ളാഹുവിനും കൊതിയുണ്ട് എന്നത്. എന്താണ് ഈ കൊതി? നമുക്ക് കിട്ടാൻ അപ്രാപ്യമായ ഒരു വസ്തുവിനോട് നമുക്കൊരു കൊതി വരാം, അല്ലേ? ആ കൊതിയാണ് ഇവിടെ പറയുന്നത്. മൻകാല യർജൂനക്കാർ റബ്ബി, അള്ളാഹുവിനെ കാണാൻ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ അള്ളാഹുവിനും കൊതിയുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ സിംസാർ അൽ ഹഖുദവി മഹത്വവൽക്കരിക്കുന്ന മതത്തിൻ്റെ ദൈവം മനുഷ്യൻ്റെ രൂപത്തിലേക്കും വിശ്വാസത്തിലേക്കും ആ ഒരു ഫ്രെയിം വർക്കിലേക്കും സ്കെൽറ്റനിലേക്ക് ഇറങ്ങി വരുന്നത് അദ്ദേഹം അറിയുന്നില്ല. ഇനി ഇത് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൻകാല അർജുനക്കാർ റബ്ബി സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഇന്നല്ലദീന കാലു റബ്ബനല്ലാ, ഇന്നല്ലദീന കാലു റബ്ബനല്ലാ, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് കരുതുക. ഒരാൾ കരുതിയാൽ, ഇപ്പം ഞാനൊരു കാര്യം കരുതിയാൽ അതെങ്ങനെയാണ് ഈ വഴിയിലേക്ക് അള്ളാഹുവിനെ കാണാൻ, അള്ളാഹു എന്നെ കാണാനുള്ള രീതിയായി. അപ്പം ആഗ്രഹത്തിൻ്റെ ഉത്കടമായ ആഗ്രഹത്തിൻ്റെ സഫലീകരണമെന്നായിരിക്കും അദ്ദേഹം. മാത്രമല്ല നേർവഴിയിൽ ജീവിക്കുകയും വേണം. എന്താണ് ഈ നേർവഴി? പ്രധാനമായും നിസ്കരിക്കുക, നോമ്പെടുക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, അള്ളാഹുവിൽ വിശ്വസിക്കുക. ഇതാണ് നേർവഴി എന്ന് പറയുന്നത്. പിന്നെ ഇസ്ലാം ഹറാമാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഈ പന്നി ഇറച്ചി കഴിക്കാതിരിക്കുക, പട്ടിയെ വീട്ടിൽ കയറ്റാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക, ഇതിനേക്കാൾ ഉപരി പലിശ വാങ്ങിക്കാതിരിക്കുക എന്നുള്ള സത്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, നേർവഴിയിൽ ജീവിച്ചാൽ, ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ്, അള്ളാഹു നിങ്ങളുടെ രക്ഷിതാവെന്ന് പറഞ്ഞാൽ, മൻകാല യർജൂനക റബ്ബി, അള്ളാഹു നിങ്ങളെ കാണാൻ ആഗ്രഹിക്കും, കൊതിക്കും. ആത്മരതിക്ക് ഇതിൽ എന്തു വേണമെന്നുള്ളതാണ്. ഇനി മറ്റൊരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ കഥയാണ് കേട്ടോ. കേൾക്കാൻ നല്ല രസമുള്ള സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഭാവനാ സമ്പൂർണമായ കഥകളാണ്, ആസ്വദിക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പം മറ്റേ മഹാഭാരതവും രാമായണവും ഒക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന അപസർപ്പ കഥകളുടെ വളരെ ഭംഗിയായ വിവരണം പോലെ ഇതിൽ വളരെ ഭംഗിയായ വിവരണങ്ങളുണ്ട്. മനുഷ്യസങ്കല്പത്തിൻ്റെ ഉദാത്ത മാതൃക ഇതിലുണ്ട് എന്നുള്ളത് അക്കാലത്തെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്. നബിക്ക് ചെറുപ്രായത്തിൽ നര ബാധിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും അമ്മാവനുമായ, സമപ്രായക്കാരനും അമ്മാവനുമായ ഐഷയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ചോദിച്ചു, എന്താ നബിയെ താങ്കൾക്ക് ഇങ്ങനെ ഈ അകാലത്തിൽ നര ബാധിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ ചിലതിൽ പേടി തോന്നിയിട്ട്. അദ്ദേഹം ചില ഖുർആൻ ആയത്തുകൾ പറയുന്നുണ്ട്, ഞാനിത് മറന്നുപോയതുകൊണ്ട് ഇവിടെ ഉദ്ധരിക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ അത് ഫസ്തക്കിൻ കമാ ഉമിർത്ത എന്നാണ്. ഫസ്തക്കിൻ കമാ ഉമിർത്ത, പറഞ്ഞതുപോലെ നേർവഴിയിൽ ജീവിക്കണം. ഇത് കേട്ടപ്പോൾ നബിക്ക് സന്ദേശം തോന്നി, താൻ ജീവിക്കുന്നത് നേർവഴിയിലാണ്. ആരാണ്? തിരുനബി, അള്ളാഹുവിൻ്റെ പടച്ചോൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ചിന്തിക്കുകയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ ഫസ്തക്കിൻ കമാ ഉമിർത്ത, ഞാൻ സ്വീകരിച്ചോ എന്നുള്ള, ഞാൻ അതുപോലെ ജീവിച്ചോ എന്ന് പേടികൊണ്ട് അദ്ദേഹം സ്ട്രെസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുടികൾ നരച്ചുപോയി എന്ന് ഇദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞതായിട്ട്, അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞതായിട്ട്. ഈ മുടി നരയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? അത് മെലാനിൻ പിഗ്മെൻറ്റ് നൽകുന്ന ഒരു നിറമാണ് കറുപ്പ്. പ്രായമാകുമ്പോൾ ഈ മെലാനിൻ പിഗ്മെൻറ്റ് സെൽസ് മരിച്ചു പോകും, അല്ലെങ്കിൽ കേടാവും. അപ്പോഴാണ് ഇത് ഗ്രേ കളറും വൈറ്റ് കളറുമായി മാറുന്നത്. പിന്നെ ഇവർക്ക് ശാസ്ത്രത്തെ തിരികെ കയറ്റാനുള്ള ഒരു കാര്യം കൂടി അതിലുണ്ട്. ഇവർ കണ്ടെത്തിയിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ഞാൻ ഇസ്ലാമിക അപ്പോളജിസ്റ്റുകളുടെ ആധുനിക ശാസ്ത്രം ഖുർആനിലുണ്ട് എന്നതിൻ്റെ, അല്ലെങ്കിൽ ഹദീസിലുണ്ട് എന്നതിൻ്റെ, അല്ലെങ്കിൽ നബിക്ക് അറിയാമായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് ഉദ്ധരിക്കാൻ പോകും. എന്താണത്?
അതായത് ഒരു പുതിയ കണ്ടുപിടുത്തമുണ്ട്. സ്ട്രെസ് ഉണ്ടെങ്കിൽ തലമുടി നരയ്ക്കാം. സ്ട്രെസ്സാണ്, സ്ട്രെസ്സിൻ്റെ കാരണമാണ് പറഞ്ഞത്. എന്തെന്ന്? ഫസ്തക്കിൻ കമാ ഉമിർത്ത. അപ്പോൾ സ്ട്രെസ് ഉണ്ടെങ്കിൽ തലമുടി നരയ്ക്കാമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് തിരുനബിക്കറിയാമായിരുന്നത് കൊണ്ടാണ് തെളിവ് സഹിതം അദ്ദേഹം നരച്ചു, തൻ്റെ മുടിയെ നരപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പ് ഉദ്ബോധനം നൽകിയെന്ന് വേണമെങ്കിൽ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് വാദിക്കാം. എൻ്റെ ഇസ്ലാം അപ്പോളജിസ്റ്റുകളെ, സംസാർ അൽ ഹഖ് ഹുദവിയോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് വിശദ വിവരണങ്ങളും പൂർണ്ണ രൂപങ്ങളും അടിസ്ഥാന സോഴ്സുകളും എടുത്തരാൻ അദ്ദേഹം പ്രാഗൽഭ്യമുള്ളവനാണ്. നിസ്കാരവും നോമ്പും കഴിഞ്ഞാലും അള്ളാഹു സ്വീകരിച്ചു എന്ന് പേടിയുണ്ടെന്നാണ് സഹാബകൾക്ക്. എങ്ങനെ? ഫസ്തഖിൻ കമാ ഉമിർത, പറഞ്ഞതുപോലെ നടന്നിട്ടും പറഞ്ഞതൊക്കെ ചെയ്തിട്ടും സ്വർഗം കിട്ടുമോ ഉറപ്പില്ല എന്ന്. എന്തിനാ ഈ പറയുന്നത്? മരണത്തെ കാണിച്ച് പേടിപ്പിക്കുന്നത് പോലെ എല്ലാ സത്പ്രവൃത്തികളും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അതിൽ ഉറപ്പിച്ചു നിർത്താനും മതത്തിൻ്റെ അടിസ്ഥാനത്തെ ബലപ്പെടുത്താനും ആളുകളെ ആ കൂട്ടത്തിൽ തിരികെ കയറ്റി ഉറപ്പിക്കാനും വേണ്ടി പറയുന്ന ഒന്നാണ്. എങ്ങനെ? നിങ്ങളെന്തു ചെയ്താലും സ്വർഗം കിട്ടുമെന്ന് ഉറപ്പില്ല എന്ന്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ അല്പവിശ്വാസികളുടെ മനസ്സ് എങ്ങോട്ട് പോകും? അവൻ ഈ പ്രസംഗം കേട്ട് തിരിച്ചു പോകുമ്പോൾ അവൻ്റെ വേവലാതി, സങ്കടം വല്ലാത്ത അവസ്ഥയായിരിക്കും എന്നതാണ്. ഇനി അദ്ദേഹം പറയുന്നത്, പാട്ടുപാടി ജീവിച്ചാൽ മരിക്കുമ്പോൾ പാട്ടുപാടി മരിക്കും, പാട്ടുപാടി മരിക്കും. പാട്ട് കേൾക്കാൻ പാടില്ല. സൗദിയിലെ രാജകുമാരൻ അവിടെ ഒരു കോൺസെർട്ട് നടത്തി. സ്ത്രീ പാട്ടുകാരിയെ വിളിച്ചു കൊണ്ടുവന്നാണ് കോൺസെർട്ട് നടത്തിയത്. അതിനെതിരെ ഉറഞ്ഞു തുള്ളുന്നുണ്ട് ഇവിടെ. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സൽമാൻ MBS കുറിച്ച്, മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹത്തെക്കുറിച്ചും സൗദിയെക്കുറിച്ചും ഒരു ഗഹനമായ പഠനം ഞാൻ നടത്തുന്നുണ്ട്. എന്തായാലും അതിനെന്താ വഴി? നിങ്ങൾ കലിമ പറഞ്ഞ് ശീലിക്കുക. ഉണ്ടു സഖി ഒരു കുലമുന്തിരി പങ്കിടുവാനായി 4 കൈയിൽ എന്ന് പാടുന്നതിന് പകരം ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട് നമുക്ക്. നെയ്യാറ്റിൻ കരവാഴും കണ്ണാതിൻ മുന്നിലൊരു നെയ്വിളക്കാകട്ടെ എൻ്റെ ജന്മം. വിഘ്നേശ്വര, ജന്മനാളികേരം നിന്റെ തൃക്കാക്കൽ ഉടയ്ക്കുവാൻ വന്നു. നല്ല കാൽപ്പനികമായ വരികളാണ് ഇതൊക്കെ. അതൊന്നും പാടരുത്. എന്താ പാടേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എപ്പോഴും പാടിക്കൊണ്ടിരിക്കുക. കക്കൂസി പാടരുത് കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂൽ ഇത് പറഞ്ഞു പാടി ശീലിച്ചാൽ നിങ്ങൾ മരിക്കുമ്പോൾ അത് പറഞ്ഞു പാടി മരിക്കുന്നത് കൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് ഫോട്ടോ കാണിച്ച് ആഞ്ചൽസ് അങ്ങനെ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സദ്വാർത്ത അറിയിച്ചു തന്നു. ഇനി അദ്ദേഹം ഇപ്പം ജീവിച്ച ഒരാളുടെ കാര്യം പറഞ്ഞു. EK അബൂബക്കർ മുസ്ലിയാർ, സമസ്തയുടെ EK വിഭാഗം എന്ന് പറയുന്നത്, അങ്ങനെയാണെന്ന് തോന്നുന്നെനിക്ക്. സംസുൽ ഉലമ. അദ്ദേഹം മരണം നേരത്ത് മുറിയിൽ ആൾ കൂടി നിന്നപ്പോഴത്തേക്കും ഇവിടെ കൂട്ടം കൂടിയെ നിൽക്കരുത്, ഇനിയും ആളുകൾ വരാനുണ്ട്, നിങ്ങൾ പുറത്തു പോകുക എന്ന് പറഞ്ഞു. വേറെ ആരും വരാനില്ല, ആളുകൾ ഒന്നും പോയിരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എല്ലാവരെയും പുറത്തിറങ്ങാൻ പറഞ്ഞു. എന്താ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മലായിക്കങ്ങൾ വന്ന് കാത്തു നിൽക്കുകയാണ്, അവർക്കിവിടെ പ്രവേശിക്കാൻ സ്ഥലമില്ല എന്ന്. ശൂന്യാകാശത്ത് കൂടി ആകാശത്ത് നിന്ന് 7ാം ആകാശത്ത് സഞ്ചരിച്ച് വരുന്ന ആൾക്ക് ഇവിടെ മുറിക്കകത്ത് സ്ഥലമില്ല പോലും. അത് EK അബൂബക്കർ മുസ്ലിയാർ സംസുൽ ഉലമ കണ്ടെത്തിക്കൊണ്ട് അനുയായികളോട് പറഞ്ഞു, ഗെറ്റ് ഔട്ട്, ഇറങ്ങടാ പുറത്ത്, ഇറങ്ങിനടാ പുറത്ത്, മലായിക്കങ്ങൾ വരട്ടെ എന്ന്. അദ്ദേഹം എന്തു ചെയ്തെന്നറിയാമോ? ബാങ്ക് വിളിച്ചാണ് മരിച്ചത്. എന്താ ഈ ബാങ്ക് വിളി? ഈ ചന്ദ്രനിൽ പോയപ്പോൾ ബാങ്ക് വിളി കേട്ടു നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിലേ പോയിട്ടില്ല എന്നൊരു വന്നുസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പാവം, നല്ല മനുഷ്യനാണ്. ഞാൻ കാശൊക്കെ കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിന്. ഇപ്പോഴും കണ്ടാൽ മരിച്ചു പോയപ്പോൾ ഒരു മോദീനുണ്ട്. അദ്ദേഹം വളരെ പാവമാണ്, സാധുവാണ്, സാധുവായൊരു വിശ്വാസി. എന്നെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്നോട് സഹായം എവിടത്തേക്കും ഞാൻ നല്ല മനസ്സോടുകൂടി അദ്ദേഹത്തെ സഹായിക്കും.
മനുഷ്യനെന്ന നിലയ്ക്ക് ഒരു സഹായമാർഗം വ്യക്തി. അതാണ് അദ്ദേഹത്തിന് തൊഴിൽ കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ശമ്പളമില്ല മോദീന്. ഈ പാടി നടക്കുന്ന സബ്സറഹ് ഖുദരി പോലുള്ള കാസിമി പോലുള്ള പിന്നെ ഈ വാക്കഫിമാർക്കൊക്കെ നല്ല ശമ്പളമാണ്, നല്ല വരുമാനമാണ്. പക്ഷേ ഈ പാവങ്ങളുണ്ട് കുറേ, അതിനകത്ത് പെട്ടുപോയാൽ അവരുടെയൊക്കെ ജീവിതം വളരെ നരകതുല്യമാണ്. ഇവരെ ആരും ഗവനിക്കുകയില്ല. പ്രത്യേകം വാചികൾ മടിക്കാൻ കഴിവില്ലെങ്കിൽ ഒരു മോദീൻ എന്നെ കണ്ടു പറഞ്ഞു, എൻ്റെ മകളുടെ വിവാഹത്തിന് അല്പം താമസമാണ്, പല കാരണങ്ങളും. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ മോളുടെ വിവാഹം ഞാൻ നടത്തിത്തരാം, നീ എൻ്റെ കൂടെ വന്ന് ഒരു ഇസ്മ വേല ചെയ്യണം. ഞാൻ പറഞ്ഞു, തൽക്കാലം അങ്ങനെ മോളുടെ വിവാഹം വേണ്ട, വരുമ്പോൾ വരട്ടെ, വന്നില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ ശേഷം അയാൾ എന്നോട് മറ്റൊരു മോദീനാണത് വിടില്ല. അതങ്ങനെ വാചകമടിയുള്ള വിദ്വാൻമാർ പല രീതിയിലും കാശുണ്ടാക്കും എന്നുള്ളതാണ്. എന്തിനാ ഈ ബാങ്ക് വിളിക്കുന്നത്? ബാങ്ക് വിളി എന്ന് വെച്ചാൽ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുകയാണ് ബാങ്ക് വിളി. അപ്പോൾ കലിമ ചൊല്ലൽ വേറെ, മരിക്കാൻ പോകുന്ന ആളെന്തിനാ നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിക്കുന്നത്? ഇങ്ങനെ തട്ടിവിടുകയാണെന്നേ. വിഡിത്തങ്ങൾ പുലമ്പാനായിട്ട് ഈ സദസ്സിനെ കണ്ട് ആഹ്ലാദചിത്തനായിട്ട്. നമ്മളെ പണ്ട് ബാലകൃഷ്ണപിള്ള പഞ്ചാബ് മോഡൽ പ്രസംഗിച്ചത് ആളെ കണ്ട് ഹാലിളകിയിട്ടാണ്. അതുപോലെയാണ് ഇദ്ദേഹം. വലാ തഹ്സിനു, നിങ്ങൾ സങ്കടപ്പെടരുത്. വലാ തഹ്സിനു, നിങ്ങൾ സങ്കടപ്പെടരുത്. മാത്രമല്ല വല അബിഷ്റു വല ജന്നത്തില്ലതി കുന്തുന്തു അതൂർ. എങ്ങനെ? ഒന്നുകൂടെ വായിക്കാം. വല തഹ്സിനു, നിങ്ങൾ സങ്കടപ്പെടരുത്. വല അബിഷ്റു വല ജന്നത്തില്ലതി കുന്തുന്തു അതൂർ. എന്താണ് അർത്ഥം? നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. മരണവേളയിൽ മലക്കുകൾ വന്ന് പറയും. മലക്കുകൾ വന്നാൽ ഫോട്ടോ കാണിക്കുക മാത്രമല്ല, അവർ പറയും വലാ തഹ്സനു, നിങ്ങൾ സങ്കടപ്പെടരുത്. വല അബിഷ്റൂന് വല ജന്നത്തില്ലതി കുന്തുന്തു അതോ. പറയുമ്പോൾ ചില വാക്കുകളൊക്കെ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചാടി കയറുന്നതേ മുഹമ്മദ് ഖാനോട്. മുഹമ്മദ് ഖാൻ അറബി അത്രയും പാണ്ഡിത്യമില്ല കേട്ടോ, പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഞാനൊന്നും പയറ്റി നോക്കട്ടെ എന്ന് വിചാരിച്ച് പയറ്റി നോക്കുന്നതാണ്. വിജയിക്കുമെന്ന വിചാരം എനിക്കില്ല. പോട്ടെ. എന്തായാലും വല തഹ്സനു, നിങ്ങൾ സങ്കടപ്പെടരുത്. കാരണം ഏഞ്ചൽസ് സ്വർഗത്ത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഈ മഹ്ശറയെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം പറയുന്നതിനകത്തുള്ള കോൺട്രാഡിക്ഷൻ, മതം പറയുന്ന കാര്യത്തിനകത്ത് നിന്നുള്ള കോൺട്രാഡിക്ഷനെയാണ് ഞാനിപ്പോൾ വിശദീകരിക്കുന്നത്. അതായത് മഹ്ശറയെക്കുറിച്ച് പേടിയാണ്. നാളത്തെ അന്ത്യദിന വിചാരണയെക്കുറിച്ച് എല്ലാവർക്കും പേടി. നബി വരെ പേടിക്കുമെന്ന്. അപ്പം മലക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് പേടിക്കും? അങ്ങനെ പേടിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ. ആ അന്ത്യദിനത്തിൽ നബി ഉൾപ്പെടെയുള്ള ആളുകൾ, സഹാബാക്കൾ ഉൾപ്പെടെ ആൾക്ക് പേടിക്കുമെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ നിരാകരിക്കുന്ന, കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന ഒന്നു തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞു വച്ചത്. പിന്നെ മുങ്കർ നക്കീർ വന്ന് ചോദ്യം ചെയ്യും മരിച്ചു കഴിഞ്ഞാൽ. എന്തിനാ? അതായത് മരണവേലയിൽ മലായിക്യങ്ങൾ വന്ന് സ്വർഗത്തിൻ്റെ ഫോട്ടോ കാണിക്കുകയും നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം നിനക്കുണ്ട് എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ട് വീണ്ടും അവനോട് ചോദ്യം ചോദിക്കുന്നത് നാറാണത്ത് ഭ്രാന്തൻ്റെ പ്രവൃത്തിയല്ലേ എന്ന് നമ്മൾ ചോദിച്ചാൽ സിംസാർ അൽ ഹഖ് ഖുദരിക്ക് ഇതിനൊന്നും മറുപടി പറയാനുണ്ടാവില്ല. കാരണം അദ്ദേഹം മതപ്രചാരകനാണ്. ചോദ്യങ്ങൾക്കുത്തരമില്ലാത്തതാണ് മതം. അതിൻ്റെ പ്രചാരകർക്ക് അമ്പേ മറുപടി ഉണ്ടാവില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി ഗൂഗിളിൽ ഞാൻ മറ്റൊരു അധ്യായം കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇസ്ലാമിലെ മരണാനന്തര ജീവിതം. ഈ സിംസാർ അൽ ഹഖ് ഹുദവി അന്ത്യദിനത്തെക്കുറിച്ചൊരു പ്രഭാഷണം ഞാൻ പറഞ്ഞു. വളരെ രസാവഹമായ പ്രഭാഷണമാണ്. അന്ത്യദിനത്തിൻ്റെ ലക്ഷണങ്ങളാണ് അദ്ദേഹം വിവരിക്കുന്നത്. അതും ഞാൻ ചെയ്യാം. മുഅ്മിനെ മലക്ക് വന്നിട്ട് പോരൂ അളിയ, നമുക്ക് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് പോകാം എന്ന് വിളിക്കും. ഒരു അളിയ. അപ്പം ഈ കുടത്തിൽ നിന്ന് വെള്ളം താഴോട്ട് ഒഴുകുന്നത് പോലെ റൂഹ് ഈസി ആയിട്ട് ഇറങ്ങി വരുന്നതാണ്. ഇതെന്ത് റൂഹ് ഇങ്ങനെ ഈസി ആയിട്ട് പഴത്തിൽ നിന്ന് പഴത്തൊലി ഉലിക്കുന്നത് പോലെ ഈസി ആയിട്ട് വെള്ളം കുടത്തിൽ, നല്ല ഉദാഹരണമാണ്. കുടത്തിൽ നിന്ന് വെള്ളം
എന്ത് നല്ല, എന്താണ് ഈ റൂഹ്? ആത്മാവ് എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ഏകദേശമൊക്കെ ഒപ്പിച്ച് പറയാം. ഇനി അതിന് ഒരുപാട് അർത്ഥം കൽപ്പിക്കുന്ന മറ്റു പല വിദ്വാൻമാരുണ്ട് ഉള്ള സ്ഥിതിക്ക് തറപ്പിച്ചങ്ങ് പറയാനൊക്കില്ലെങ്കിലും ചുരുക്കി പറഞ്ഞാൽ ആത്മാവിൻ്റെ മച്ചമ്പിയായി വരും ഈ റൂഹ് എന്നുള്ളത്. അതങ്ങനെ അവനെ വിളിക്കും. ഇതിനെ എന്ത് ചെയ്യും? റൂഹിനെ എടുത്ത് അത്ര തുണിയിൽ പൊതിഞ്ഞ്, ഈ അത്രത്തിനാണ് ഉപയോഗിക്കുന്നത് മണക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് മണപ്പിക്കുന്നത്? ഒന്ന് അട്രാക്ഷൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ശരീര ദുർഗന്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തിനാണ് ഈ റൂഹിനെ അത്ര തുണിയിൽ അവിടെ മണപ്പിക്കാനും ആളില്ലെങ്കിൽ അതിൽ തുണിയിൽ പൊതിഞ്ഞ് ഏഴാം ആകാശത്തിൽ കൊണ്ടുപോകും. അള്ളാഹു പറയും, ഇവന്മാരുടെ എഴുതിയെടുത്തിട്ട് ഭൂമിയിൽ തന്നെ തിരിച്ചയക്കൂ, പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ ഈ നാരായണത്ത് ഭ്രാന്തൻ്റെ ജോലി ചെയ്യുന്നത്? അതായത് മരിക്കുന്നു, റൂഹിനെ ഇങ്ങനെ വെള്ളം പോലെ വലിച്ചെടുക്കുന്നു. കമോൺ ബോയ്, നമുക്ക് പോകാപ്പാ, ഈസി ആയിട്ട് കുടത്തിൽ നിന്ന് വെള്ളം എടുക്കുന്നത് പോലെ, പഴത്തിൽ നിന്ന് തൊലി ഉരിയുന്നത് പോലെ ഉരിച്ചെടുത്തുകൊണ്ട് അത്ര തുണി വേണം, അത്ര വേണം, അത്ര എവിടെ ഉൽപ്പാദിപ്പിച്ചു? എന്ത് അത്രയാണ്? അത്രൻ്റെ എനിക്ക് അത്ര ഇഷ്ടമാണ്. അത്രൻ്റെ പേരെന്നൊക്കെ പറഞ്ഞു തന്നാൽ അത് കടയിൽ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. അത്ര തുണിയിൽ പൊതിച്ച് അങ്ങനെ പൊക്കി ഏഴാൻ ആകാശത്തിൽ കൊണ്ടുപോകും. അള്ളാഹു ചോദിക്കും, ഇവരുടെയൊക്കെ പേരെഴുതിയെടുത്തിട്ട് അങ്ങ് ഭൂമിയിലേക്ക് തിരിച്ചയക്കൂ, ഞാൻ പിന്നീട് ഇവരെ ഇങ്ങോട്ട് വിളിച്ചോളാം. അതിനുശേഷമാണ് മുൻകർ നക്കീർ വന്ന് ചോദ്യം ചെയ്യും. നമ്മുടെ ഈ രണ്ട് ഭാഗത്തും രണ്ട് മലക്കുകളുണ്ടെന്നാണ്. അവരിങ്ങനെ നമ്മുടെ പ്രവൃത്തികളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് വായിക്കാൻ അറിയാത്തത് കൊണ്ടോ, വായിച്ചാൽ മനസ്സിലാകാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ വായിക്കാത്തത് കൊണ്ടോ, ഇവർ റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചു പോയതുകൊണ്ടോ, സമരം ചെയ്തതുകൊണ്ടൊക്കെ ആയിരിക്കാം മുൻകർ നക്കീർ എന്ന രണ്ടണ്ണന്മാർ വന്നിട്ട് വമാ ദീനുക വമാ റബ്ബുക എന്നൊക്കെ ചോദിക്കും. നിന്റെ ദീൻ ഏതാണ്? നിന്റെ റബ്ബ് ആരാണ്? നിന്റെ കിതാബ് ഏതാണ്? ഇതിനൊക്കെ സുവ്യക്തമായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വർഗവാസിയായി പിന്നീട് മാറുമെന്നാണ്. ഉത്തരമില്ലെങ്കിൽ അവിശ്വാസിയെ മലക്ക് വന്ന് റൂഹ് പിടിക്കാൻ വന്നപ്പോൾ ഈ റൂഹ് പേടിച്ചു വിറച്ച് ഒളിച്ചു കളിക്കുന്നു. ഞാൻ മരിക്കാൻ കിടക്കുമ്പം ജിബ്രി അല്ല, മലക്കൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം അദ്ദേഹം വരും. എന്നിട്ട് ബാളിയാ പോകാന്ന് പറയുമ്പോഴത്തേക്ക് വ്യക്തം റൂഹ് പേടിച്ചിട്ട് മുറിയിലൊക്കെ ഒളിച്ചു പിടിച്ചു കളിക്കുമ്പോൾ ഇദ്ദേഹം ബലം പ്രയോഗിച്ച് എൻ്റെ റൂഹിനെ വലിച്ചെടുക്കും. മുഹമ്മദ് ഖാൻ വേദന കൊണ്ട് പുളയും, മരണസമയം വേദന കൊണ്ട് പുളയും. മരണസമയം വേദന ഉണ്ടാകുമോ? മിക്കവാറും ആളുകൾക്ക് വേദന ഉണ്ടാവില്ല എന്നുള്ളതാണ്. ചിലർക്ക് ചില രോഗങ്ങൾ കൊണ്ട് വേദന ഉണ്ടാകാം. മരണം വല്ലാത്ത വേദനയെന്ന് ഇവർ പേടിപ്പിക്കും. മരണം തന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ ഡോക്ടർ സി വിശ്വനാഥൻ്റെ മരണം എന്നുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായി എന്താണ് മരണമെന്ന് ശാസ്ത്രീയമായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ പേടിയോൽ എൻ്റെ റൂഹ് ഒളിച്ചു കളിക്കുമ്പോൾ ഇതിനെ വലിച്ചൂരിയെടുക്കുന്നത് കൊണ്ട്, പഴത്തിൽ നിന്ന് തൊലി ഒലിക്കുന്നത് പോലെയല്ല, പച്ചപ്പഴത്തിൽ നിന്ന്, പഴുക്കാത്ത പഴത്തിൽ നിന്ന് തൊലി ഒലിക്കുന്നത് പോലെ, നമ്മുടെ കുടത്തിൽ നിന്ന് വെള്ളം വാർന്ന് ഒഴുക്കുന്നത് പോലെയല്ല, ഇരുമ്പിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നു. എൻ്റെ റൂഹ് മുഹമ്മദ് ഖാൻ്റെയും ജബ്ബാർ മാഷിൻ്റെയും പിന്നെ അലി മാഷിൻ്റെയും ലിയാഖത്തിൻ്റെയും ആരിഫ് ഹുസൈൻ്റെയൊക്കെ റൂഹ് പേടിച്ച് ഒളിച്ചോടും. മലക്കൽ മൗത്ത് ഇസ്രായേൽ ഞങ്ങളെ ഓട്ടിച്ചിട്ട് പിടിക്കുമ്പോൾ, അതിങ്ങനെ ഓട്ടിച്ച ആളുകളിൽ ഗാന്ധിജിയുണ്ട്, നെഹ്റു ഉണ്ട്, അങ്ങനെ പല ആളുകളുണ്ട്, പണ്ട് ഓടിയ ആളുകൾ. അവരൊക്കെ ഇപ്പം എവിടെ? ഇനി ഇത് നാറിയ തുണിയിൽ പൊതിഞ്ഞ് ചിരിക്കാതിരിക്കാൻ രാവിലെ സുഹൃത്തുക്കളെ, മറ്റത് അത്രയിൽ പൊതിഞ്ഞ തുണിയാണെങ്കിൽ ഞങ്ങളുടേതൊക്കെ നാറിയ തുണി അതിൽ പൊതിഞ്ഞ് ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ പ്രവേശനം നിഷേധിക്കപ്പെടും. കൊണ്ടുപോകുന്ന മലക്കൾക്ക് അറിയില്ലേ അവിടെ ഇവന് പ്രവേശനമില്ല എന്ന്. മുഹമ്മദ് ഖാൻ നോ അഡ്മിഷൻ അറ്റാൾ, അറിയില്ല, കൊണ്ടുപോകും. അവിടെ പ്രവേശനം നിരോധിക്കപ്പെട്ട് എന്നെ ഭൂമിയിലേക്ക് വലിച്ചെറിയും
എൻ്റെ റൂഹിനെ ഭൂമിയിലേക്ക് വലിച്ചെറിയും. വിശ്വാസികൾ കേട്ടാൽ പറയും, കാനെ നീ ചിരിക്ക്, നീ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അനുഭവിക്കാം. എന്നിട്ട് മുമ്പ് അനുഭവിച്ച ഐൻസ്റ്റീനും ന്യൂട്ടനും കാറൽ മോക്സും അങ്ങനെ മഹാത്മാഗാന്ധിജിയും നെഹ്റുവും ടാഗോറും ഒക്കെ ഉള്ളപ്പോൾ ഈ മുഹമ്മദ് ഖാനും വലിച്ചെറിയപ്പെടട്ടെ. ആനന്ദമുണ്ട്, ആഹ്ലാദമുണ്ട്, അങ്ങേയറ്റം അഭിമാനമുണ്ടെന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഖുർആൻ്റെ 1-2 കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് ഈ അധ്യായം തൽക്കാലം 2-ാം അധ്യായത്തിലേക്ക് വേണ്ടി അവസാനിപ്പിക്കാം. അള്ളാഹുവിൻ്റെ വഴിയിൽ കൊല്ലപ്പെട്ടാൽ അവർ മരിക്കുന്നില്ല. ഇപ്പം നമ്മുടെ ആലപ്പുഴയിൽ ഒരു സുഹൃത്ത് മരിച്ചു, അഡ്വക്കേറ്റാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ വഴിയിലാണ് മരിച്ചതെങ്കിൽ അദ്ദേഹം മരിക്കുന്നില്ല. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാകില്ല. മരിച്ചോ ഇല്ലല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ. നാടി നോക്കുക, വന്ന ഡോക്ടർ ഇങ്ങനെ നാടി പിടിച്ച് നോക്കുക, കൗണ്ടിങ്, ഹാർട്ട് ബീറ്റിൻ്റെ കൗണ്ടിങ് ആണ് തോന്നുന്നു. നോക്കുമ്പോഴത്തേക്ക് അറിയാം ഹീസ് ഡെഡ്. പിന്നെ ഉറപ്പിക്കാൻ വേണ്ടി മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചാൽ ഉറപ്പാണ്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതാണ് ഈ സിയാറത്തിൻ്റെ, അതായത് ഖബർസ്ഥാനിൽ ചെന്നിട്ട് ഭീമാപ്പള്ളിയിലും പിന്നെ തമിഴ്നാട്ടിലെ പല പള്ളികൾ, തക്കല, ഞാൻ ജനിച്ച സ്ഥലം തിരുവിതാംകൂട്, അവിടെ ഒരു മഹാൻ അടങ്ങിയിട്ടുണ്ട്, മാലിക് ദിനാർ. എൻ്റെ അനിയൻ്റെ പേര് മാലിക് എന്നാണ്, എൻ്റെ മൂത്താപ്പാടെ പേര് മാലിക് എന്നായിരുന്നു. അങ്ങനെ മാലിക് ദിനാർ. പിന്നെ തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, നാഗൂര്, അങ്ങനെ ഒരുപാട് സ്ഥലത്തിൽ ഔലിയാക്കൾ സന്ദർശിക്കാൻ കാരണം ഈ 2:154. അവർ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവരോട് ശുപാർശ ചെയ്യാൻ വിശ്വാസിക്ക്. എന്നിട്ടാണ് ജമാ മുജാക്കാർ ബഹളമുണ്ടാക്കുന്നത്, മരിച്ചവരുടെ ഖബർസ്ഥാനിൽ നിങ്ങൾ സിയാറത്ത് ചെയ്യരുത്. സുന്നികളെ, നിങ്ങൾക്കുള്ള വകുപ്പാണ് 2:154. അള്ളാഹുവിൻ്റെ വഴിയിൽ കൊല്ലപ്പെട്ടാൽ, മരിച്ചാൽ അവർ മരിക്കുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാകില്ല എന്നാണ്. ഇബ്നു ഖയ്യൂം പറയുന്നത്, ആത്മാവ്, ഈ റൂഹ്, ആത്മാവ് ആകാശത്ത് പോയിട്ട് പിന്നീട് ഈ ആകാശത്ത് പോകുമോ, താഴോട്ട് കൊണ്ടുവരുമല്ലോ പറഞ്ഞത്. ഇതൊക്കെ കോൺട്രാഡിക്ഷനാണ്. ഇങ്ങനെ കോൺട്രാഡിക്ഷൻ്റെ തല പുണ്ണായി പോകും, ഭ്രാന്ത് പിടിച്ചു പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. അപ്പം ഈ റൂഹ് ആഗ്രഹിക്കും, എനിക്ക് ഭൂമിയിൽ പോയാലോ, അവർ അനുവദിക്കപ്പെടുമെന്നാണ് ഇബ്നു ഖയ്യൂം പറയുന്നത്. അതുകൊണ്ട് ആത്മാവും റൂഹും നമുക്ക് ചുറ്റും പാറിക്കളിച്ചു പറക്കുന്നുണ്ട്. സൂക്ഷിക്കും. ശാത്താനാകാം, നല്ല ആത്മാവാകാം. ചുറ്റും ചുറ്റും ആത്മാക്കൾ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തലയ്ക്ക് മൂലെ ഭൂമിയിൽ പാറിക്കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പോയിട്ട് ഇബ്ലീസ്, ഇപ്പം ഞാനാരാ, മൂത്ത മുരത്ത ഒരു ഇബ്ലീസാണ്. ജബ്ബാർ ഒരു മുസ്ലിം ഇബ്ലീസാണ്. ലിയാഖത്ത്, അബ്ദുൽ മാഷി, ഇപ്പോഴത്തെ നമ്മളെ സുലൈമാൻ പുതുക്കോൾ, ഇവരൊക്കെ ഇബ്ലീസന്മാരുടെ ഉസ്താദന്മാരാണ്. ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരണശൈലിയിൽ മലായിക്യങ്ങൾ വരുന്നതിന് മുമ്പ് ഇവരൊന്ന് പറയും, ഇസ്ലാം കപടമതമാണ്, നിങ്ങൾ വിട്ടേക്കൂ എന്ന് പറയും. പലരും വിട്ടുപോകുമെന്നാണ്. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം ഈ മലക്കുകളെ ഓട്ര കണ്ടം വഴി OMKV എന്ന് പറഞ്ഞ് ഓട്ടിക്കുമെന്നാണ് ഇവർ പറഞ്ഞു നടക്കുന്നതെങ്കിൽ, അടുത്ത അധ്യായത്തിൽ വളരെ രസാവഹമായ രീതിയിൽ ഷഹീദ് എന്തെന്നും മരണവേളയിൽ സംഭവിക്കുന്ന മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.